നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സാരികൾ തന്നെ കാണാം. ഇത് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാവുന്ന, എന്നാൽ നമുക്ക് ഒത്തിരി ഹെവി അല്ലാത്ത, ഒത്തിരി ചൂട് കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു അതിമനോഹരമായ സാരി. ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. സാരി കാണിക്കുന്നതിന് മുന്നേ പടം കാണിക്കാം. ഇതാണ് സാരി. ഞാൻ ഈ വിശദമായിട്ട് പടം ഒന്നുകൂടെ കാണിക്കാവേ. സാരി കാണിച്ചിട്ട് വേണം. സാരി എന്ന് പറയുന്നത് ഇങ്ങോട്ട് കാണിക്കും, ഇങ്ങോട്ട് പോവാ. ഇതാണ് ഇതിൻ്റെ മുന്താണി. ഒരു ജക്വാഡ് വീവിങ് വരുന്ന മുന്താണി, നല്ല ഒരു ആൻറ്റി ടച്ച് തരുന്ന മുന്താണി. ബോർഡർ അല്ല, ബ്ലൗസ്, ബോർഡർ ഇങ്ങനെ. ബാക്കി ഞാൻ കാണിച്ചു തരാം. പീച്ച് ഷെയ്ഡാണ്, പീച്ച് കളറ് കണ്ടോ. നല്ല സുഖമാണ് ബോഡിക്ക്. നമുക്ക് കോട്ടൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ ഒരു ഫീല് കിട്ടും. ചന്തേരിയുടെ മെറ്റീരിയലാണ്. പിന്നില്ലേ നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട, പക്ഷേ ആ കോട്ടൻ്റെ ഒരു ഫീൽ. ചന്തേരി അധികം ഭയങ്കരമായിട്ടുള്ള ഇതിലേക്ക് പോകുമ്പോഴേ ചന്തേരിക്ക് ചൂടില്ല, എന്നാലും ഒരു സ്റ്റിഫ്നെസ് വരും. ഇത് നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ഇങ്ങനെ ഇരിക്കും സാരി. കണ്ടോ, നല്ല സാരിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല ലൈറ്റ് ഷെയ്ഡിൽ നല്ല ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സാരി. ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഭയങ്കര അട്രാക്ഷനാണ്. കാരണം ആ കയ്യേൽ കണ്ടോ, ബ്ലൗസേലൊരു ചെറിയ ബുട്ടായുണ്ട്, എന്നിട്ട് കയ്യേൽ ഈ ഒരു ബോർഡറും വന്നിട്ട് നല്ല നെക്ലേസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഉടുക്കാം. ഇങ്ങനെ വരും. ബ്ലൗസ് വന്നിട്ട്, ബ്ലൗസ് ഞാൻ കാണിച്ചില്ലേ? ബ്ലൗസ് ഈ സാധനത്തിൽ ഒന്ന് കാണിക്കാം. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. ബ്ലൗസ് കാണിക്കാം. ഇത് വരും ബ്ലൗസ് പ്ലെയിൻ അല്ല, ഇങ്ങനെ ഒരു ബുട്ടായും ഉണ്ട്, കയ്യല്ല ബോർഡറും ഉണ്ട്. നല്ല ഫങ്ഷൻ വെയർ സാരി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മളുടെ ഭയങ്കര സിൽക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമില്ല. ഒരു ആൻറ്റി ടച്ച് അല്ലെ ക്ലാസ് ലുക്ക് അങ്ങനത്തെ ഒക്കെ. എല്ലാവരും ക്ലാസ് ലുക്ക് ആഗ്രഹിക്കുന്നത്, എന്നാലും വേറൊരു ലുക്കൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ. അടുത്ത കളർ ഇത്. നല്ല ഒരു യെല്ലോയുടെ ഷെയ്ഡ്, യെല്ലോയുടെ ഒരു ലൈറ്റ് ആട്ടോ, ഒരു ഗോൾഡൻ യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. നല്ലൊരു യെല്ലോയ്ക്കൊന്നല്ല, ഏത് കളറിനും നമ്മൾ എത്രയോ ഷെയ്ഡുകൾ വരും അല്ലേ. ഇപ്പം യെല്ലോയുടെ കാര്യം പറഞ്ഞ പോലെ കണ്ടോ, ചില കളറേ വരുമ്പോൾ ഈ ഒരു ബോർഡർ നല്ല എടുത്ത് നിൽക്കും, നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസ് നിറച്ചും ബുട്ടയുണ്ട്. ഈ ഒരു ബോർഡറിനാണ് അതിൻ്റെ ഭയങ്കര ഭംഗി. ബോഡി ഫുള്ള് ബുട്ട. ഒരു ചെറിയ ഗ്ലോ ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വീവിങ്ങിന് ഒരു ഗ്ലോ ഉള്ള ഒരു നൂലും കൂടി ഇട്ടാണ് വീവ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു രസമുണ്ട്. ഇപ്പം ഇതെങ്ങോട്ടാ വലിച്ചോണ്ട് പോവാ എൻ്റെ അടുത്തുനിന്ന് സാരി. ഈ ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡ് പറഞ്ഞാൽ ഗോൾഡൻ യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, ചിക്കു ഷെയ്ഡല്ല, വേറൊരു യെല്ലോ. ഈ വീഡിയോ കാണുന്നത് തന്നെ കേട്ടോ. പിന്നെ പലരും പല ഫോണിൽ കാണുമ്പോഴേ അതെങ്ങനെ ആവും നിർത്തില്ല. എന്നാ പിസ്ത ഗ്രീൻ, എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ്. നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന സാരിയാണ്. കണ്ടോ, അതല്ലേ. ഇത് മുന്താണി. അയ്യോ, ഇതിൻ്റെ പടം പോയി. തന്നായിരുന്നു അതല്ലേ.
എന്താണ് ഇങ്ങനെ എല്ലാം കാണിക്കണ്ടല്ലോ. ബ്ലൗസ് ഈ പ്ലെയിനേൽ നിറച്ചും ബുട്ടായ, കയ്യെ ബോർഡറും. പ്ലെയിനായിട്ട് തോന്നത്തില്ല ബ്ലൗസ്, ബുട്ടായിട്ട് നിറച്ചും ബുട്ടായിട്ടായിരിക്കുന്നത്. ഇതുണ്ട് സാരിയുടെ പടത്തെ നോക്കുമ്പം കാണത്തില്ല ബ്ലൗസിൻ്റെ ഭാഗം. എടുത്തു. അടുത്തതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് റോസ് എന്ന് പറയാം. ലൈറ്റ് റോസ്, പിങ്ക് എന്നല്ല, റോസ് എന്ന് പറയാം. ഈ ലൈറ്റ് കൂടുതൽ ലൈറ്റായിട്ടുള്ള ഷെയ്ഡേ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതെന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു ബോർഡർ നന്നായിട്ട് എടുത്ത് കാണാം. കണ്ടോ, ഇങ്ങനെ ബോർഡർ നന്നായിട്ട് എടുത്ത് കാണാം. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല കളറ് തോന്നിക്കുന്ന കളറാണ്. കളറ് തോന്നിക്കൽ മാത്രമല്ല, കളറുള്ളവർക്ക് കുറേ കൂടി എടുപ്പ് തോന്നിക്കുന്ന കളറാണ് ഇതൊക്കെ അല്ലേ. നല്ല റോസ് കളർ. ഇത് കാണുമ്പോൾ എനിക്ക് ഒരാളെ ഓർമ്മ വരുന്നുണ്ട്. ഈ കളർ കാണുമ്പോൾ എൻ്റെ അമ്മായിയമ്മ, അമ്മച്ചിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ആ കളർ സാരി അവിടുത്തിരുന്നത്. അമ്മച്ചി നല്ല വെളുത്ത് തുടുത്തായിരുന്നു. അപ്പോൾ ആ കളറും കൂടെ എടുക്കുമ്പോഴത്തേനും ഒന്നും കൂടെ അങ്ങ് ബ്രൈറ്റ് ആകുമായിരുന്നു. ആള് മരിച്ചു കേട്ടോ. ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. അയ്യോ, റോസിൻ്റെ കാണിച്ചില്ലല്ലോ. ഇതായിരുന്നു റോസിൻ്റെ കേട്ടോ. ഞാൻ ആ പടം കാണിക്കുന്ന കേട്ടോ. ആ പടം നമുക്ക് ചില സാരി, ഞാൻ എപ്പോഴും പറയുമല്ലോ, ചില സാരികൾ നമുക്ക് മടക്കി വെച്ചേക്കുന്നു അങ്ങനെയൊന്നും കണ്ടാൽ അതിനൊരു ആകർഷകത്വം തോന്നില്ല. പക്ഷെ അത് ഉടുത്ത് കഴിയുമ്പോഴാണ് അയ്യോ ഇത് ഇത്രയും ഭംഗിയായിരുന്നു നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പടം കാണിക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, അത്രയ്ക്കൊരു ഭംഗിയുണ്ട് കാണുമ്പോൾ. ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന സാരിയെ. നല്ല സിമ്പിളാണ്, പക്ഷേ എലഗൻ്റാണ്. ഒട്ടും ഓവറും അല്ല, എന്നാൽ ഒട്ടും കുറഞ്ഞ അല്ല. ഇത് ചുമ്മാ ഒരു സാരിയല്ലേ, അങ്ങനെ തോന്നിക്കത്തുമില്ല. നമുക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം. ഒരു ഗ്രീൻ ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇനി വേറൊരു സാരി കാണിക്കാം കേട്ടോ. സെമി ടസറിൻ്റെയാണ്, ഫുൾ എംബ്രോയ്ഡറി വർക്കുള്ള സാരി. നിങ്ങൾക്ക് ഇത്രയും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാരിയൊക്കെ ഈ റേറ്റിൽ എവിടെ കിട്ടും എന്ന് ഞാൻ ചോദിക്കുകയാണ് സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി വർക്ക്. താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും ബോഡി ഫുള്ളും എംബ്രോയ്ഡറിയാണ്, ബുട്ട ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു എന്നാ പറയുന്നത്, മുന്താണിയില്ല. മുന്താണിക്ക് ആ ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറിയാണ്. കണ്ടോ, ബോഡിയെ ഫുള്ള് ഇവിടുത്തെ എടുത്തോ. ഇതിപ്പോൾ പർപ്പിൾ കളർ കേട്ടോ, ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ഡാർക്ക് മുന്തിരി കളർ. ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, ഇതിൻ്റെ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നിങ്ങൾക്ക് കലാപരമായിട്ടൊക്കെ ബ്ലൗസ് പ്ലെയിനാണ്. ബ്ലൗസിൻ്റെ കയ്യിൽ എംബ്രോയ്ഡറി ഇല്ല. നമുക്ക് കലാപരമായിട്ടൊക്കെ വേണമെങ്കിൽ വേറെ ബ്ലൗസ് ഇടുകയോ അല്ലെങ്കിൽ ആ ബ്ലൗസ് തന്നെ ഇടുകയോ ഒക്കെ ചെയ്യാം. നല്ല ഭംഗിയായിട്ട് ഇത് ഉണ്ടാവും. താഴെ ഫുള്ള് എംബ്രോയ്ഡറി. നിങ്ങളിതിൻ്റെ റേറ്റും ഇത് സെമി ടസറാണെന്നുള്ള കാര്യവും ഈ എംബ്രോയ്ഡറി വർക്കും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം ഒരു 2000 രൂപ കുറയാതാവും ഒരു സാരിയെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യണമെങ്കിൽ, ബോർഡർ 2 സൈഡിലും. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് നോക്കി. അപ്പം ഞാനിങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഓരോരുത്തർ ചോദിക്കും. എനിക്കങ്ങനെ കിട്ടി, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ചില സമയത്ത് നമുക്ക് ലക്കടിക്കും. ലക്ക് ചില സാധനമൊക്കെ കാണുമ്പോൾ ഞാൻ ഇതിനി ഒത്തിരി കാണിക്കേണ്ടതായിരുന്നു. ഇതാണ് സാധനം, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. കണ്ടോ, ടീൽ ബ്ലൂ കളറേ, അതിൻ്റെ എംബ്രോയ്ഡറി വരുന്ന ഇങ്ങനെ. നല്ല ഫങ്ഷൻ വെയറാണ്. ഇതെല്ലാം ഒരു വെറൈറ്റി. സിൽക്കിലേക്കൊന്നും പോകാതെ വലിയ, ഇതിനൊക്കെ ഒരു ഗ്ലോ ഉണ്ട്. സെമി ടസറിൻ്റെ സ്റ്റഫാണല്ലോ, അതിനൊരു ഗ്ലോ ഉണ്ട്. സെമി ടസറും ഈ എംബ്രോയ്ഡറി ഒക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷേ പാടുള്ളേ, അല്ലാതെ ചെയ്യല്ലോ കേട്ടോ. ഇനി കോഫി ബ്രൗൺ. ഇതാ
ഈ ഒരു ഷെയ്ഡ് നല്ലതല്ലേ കോഫി ബ്രൗണിൽ. എംബ്രോയ്ഡറിക്ക് എല്ലാത്തിനും ഈ ലാവണ്ടർ ഷെയ്ഡും ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡും അതിനകത്ത് ആ പൂവിനകത്ത് വൈറ്റ് അങ്ങനെയൊക്കെയാണ് ക്രീമൊക്കെയാണ് ഒരു കളർ ഇട്ടിരിക്കുന്നത്. ലീഫിന് ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ഷെയ്ഡ്. പിന്നെ ബോഡിയിലാണെങ്കിൽ ലാവണ്ടറും ഈ പിങ്കും, ഈ ഒരു ലാവണ്ടറും ഈ ഒരു പിങ്കും കൂടെ മിക്സ് ചെയ്ത് ആ ബോഡിയിൽ ഇട്ടിരിക്കുന്ന ബുട്ട. ഇതാണ് സാരി. ഇതൊക്കെ അധികം സ്റ്റോക്കൊന്നും ഇല്ല കേട്ടോ. സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഞാൻ ഉറപ്പായിട്ടും എടുത്തേനെ. കാരണം ഇത്രയും ഫുൾ വർക്ക് ചെയ്ത, കാരണം നമ്മളൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യിക്കുന്നത്, അപ്പോൾ നമുക്കറിയാം റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കിട്ടിയപ്പോഴേ. ചില മാനുഫാക്ചേഴ്സിനെ കിട്ടുമ്പോൾ അവരുടെ അടുത്ത് നല്ല ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും. ഗ്രീൻ എന്നാ ഗ്രീനാണെന്ന് ചോദിച്ചാൽ ബോട്ടിൽ ഗ്രീൻ അല്ല, ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല കേട്ടോ. മുന്താണിക്ക് ടാസിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ലേ. ടാസിലുണ്ട് മുന്താണിയുടെ ഭാഗത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ടാസിലും ഉണ്ട്, ആ ഒരു സൈഡിൽ ആ എംബ്രോയ്ഡറി ഉണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. അത്രേ ഉള്ളോ? ഇല്ല അതല്ലേ ഉള്ളെന്ന് ആ കിടക്കുന്ന. പിന്നെ എന്തുവാ ചുമ്മാ തലയാട്ടിക്കൊള്ളുക. നമുക്ക് കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ അജ്രക്ക് പ്രിൻ്റ്, ഇങ്ങനത്തെ സാരി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ കാണിച്ച്, ഈ ഒരു ബീജ് ഷെയ്ഡ്. പക്ഷേ കാഴ്ചയിൽ നിങ്ങൾക്ക് തോന്നും കളർ എടുപ്പില്ലെന്ന്, പക്ഷേ ഇതിനാണ് എടുപ്പ്. ഇങ്ങനത്തെ ഒരു സൈസ് കളറുകൾക്കാണ് ശരിക്കും നമുക്ക് ലുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ കളറുകൾക്കൊരു പ്രത്യേകത എപ്പോഴും കാണുന്നില്ല. നമ്മുടെ ഈ നേവി ബ്ലൂ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും പച്ചയാണെങ്കിലും ഇതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ. ഈ ഒരു ബീജ് ഷെയ്ഡിൽ റെഡ് അജ്രക്ക് പ്രിൻ്റ്, അജ്രക്കാണേ ഫുൾ അജ്രക്ക് പ്രിൻ്റാണ്, സോഫ്റ്റ് കോട്ടനാണ്. സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാർച്ച് ചെയ്യാതിരിക്കണമെന്നുമില്ല, ചെയ്യുമോ ചെയ്യാതിരിക്കുമോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് മുന്താണി. ബ്ലൗസ് ഇതിനകത്തായിരിക്കും അല്ലേ. ഇതിൻ്റെ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് കണ്ടില്ല, ഇതുവരെ ചാടി വന്നിട്ടില്ല. മുന്താണി കാണിച്ചോ? മുന്താണി എൻ്റെ ഇതിൻ്റെ ഹൈലൈറ്റ് ആ ഒരു അജ്രക്ക് പ്രിൻ്റ്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്ലൗസ് ഒന്ന് നോക്കാവോ? കണ്ടോ, കുടഞ്ഞാൽ വരും. ഇതാണ് അതിൻ്റെ ബ്ലൗസ് കേട്ടോ. ഈ ബ്ലൗസ് കാണുമ്പോൾ ഓർമ്മ വരുമായിരിക്കും ഈ സാരി. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ തൊലി പോലെ ഇരിക്കുന്ന ഒരു ബ്ലൗസ്, അതാണിത്. ബ്ലൗസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്, തുമ്മാൻ വരുന്നു. അജ്രക്കിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ് കളറിനകത്തെന്ന് പറഞ്ഞാൽ റെഡിൻ്റെ സെയിമാണ്, പ്രിൻ്റ് വ്യത്യാസം മാത്രം. എല്ലാം സെയിമാണ്, കളറും അതിനകത്തെ കോമ്പിനേഷനും എല്ലാം സെയിമാണ്, പ്രിൻറ്റിലുള്ള വ്യത്യാസം മാത്രം. മുന്താണി ഇതിൻ്റെ ഇങ്ങനെ വരും. അകത്തോട്ട് ശകലം പോയിട്ടുണ്ടല്ലേ, ആ അകത്തോട്ട് പോയേക്കുന്ന ഭാഗം കൂടെ കാണിക്കണം, കാരണം വലിയ മുന്താണിയാണ്. ഉണ്ടോ? നിൽക്കി ഓടിപ്പോകാതെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ബ്ലൗസ് വന്നിട്ട് സെയിം. ഇത് നമുക്ക് വാട്സപ്പ് കോൾ വഴി ഒരു ഇതുമില്ല. ഒരിതെന്ന് പറയാം എൻക്വയറി, ഫർദർ എൻക്വയറി, അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം വാട്സപ്പ് മെസ്സേജ് വഴി അയക്കണം കേട്ടോ. വാട്സപ്പ് കോളില്ല. കോൾ എടുക്കാൻ സാധ്യമല്ലാത്ത ചില സാഹചര്യങ്ങളായതുകൊണ്ടാണ് കോളില്ലാത്തത്. ഇനി സംസാരിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലാൻഡ് ലൈൻ നമ്പർ തരാം. എന്നാലും ഈ മെസ്സേജ് അയക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ച് അനുയോജ്യവും അഭികാമ്യം. എല്ലാവരും ഓരോ ജോലിയുള്ളവർ. അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് അത് തന്നെയാണ് ജോലി. അതിനുറപ്പായിട്ട് റിപ്ലൈ തരുകയും ചെയ്യും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഒത്തിരി അതിമനോഹരമായ ഫങ്ഷൻ വെയർ സാരികൾ വന്നിട്ടുണ്ട്. ഏതാദ്യം കാണിക്കണം എന്നറിയത്തില്ലാതെ കൺഫ്യൂഷൻ അടിച്ച് വട്ടം തിരിഞ്ഞിരിക്കുന്നത് ഞാൻ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.